കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഞാൻ മറ്റൊരു വീഡിയോ കണ്ട് ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു വെറൈറ്റി കൂടി നമുക്ക് എപ്പോഴും ഇഷ്ടമാണല്ലോ. അതിനായി ഫ്രഷ് ക്യാരറ്റാണ് വേണ്ടത്. ക്യാരറ്റ് ഡയറക്റ്റ് കഴിക്കുന്നതൊക്കെയാണ് നല്ലത്. നമ്മളിങ്ങനെ എണ്ണയിലൊക്കെ വറുത്ത് കഴിച്ചാൽ അത്ര ഹെൽത്തി അല്ല. എന്നാലും ഇതേപോലെയൊക്കെ വെറൈറ്റിയൊക്കെ നമുക്ക് കഴിക്കാൻ ഇഷ്ടമല്ലേ. വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കാം. അതിനായി ക്യാരറ്റ് കഴുകി വൃത്തിയാക്കി തോലെല്ലാം കളഞ്ഞ് ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ കട്ടി കൂടാനും പാടില്ല, എന്നാൽ നൈസ് ആവാനും പാടില്ല കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് 1/4 ഭാഗത്തോളം വേവിച്ചെടുക്കണം. ക്യാരറ്റിന് കട്ടി കൂടുതലല്ലേ, അപ്പോൾ നമ്മൾ എണ്ണയിൽ വറുക്കുമ്പോൾ ഉള്ളിൽ വെന്തിട്ടില്ലെങ്കിലോ, അതുകൊണ്ടാണ് കേട്ടോ. ഒരു പാത്രത്തിലേക്ക് വെള്ളമൊഴിച്ച് അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുത്ത് ഒരു 1/4 ഭാഗത്തോളം വേവിച്ചെടുക്കണം. കൂട്ടുകാരെ, ഈ സമയം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് കാണണേ. ഇനി നമുക്ക് ക്യാരറ്റിലെ വെള്ളം വാരാനായിട്ട് വെക്കാം. നന്നായിട്ട് വെള്ളം വാർന്നു പോകട്ടെ. ആ സമയം നമുക്ക് ബാറ്റൻ തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു ബൗളെടുത്ത് അതിലേക്ക് 1 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഗോതമ്പ് മാവ് വെച്ച് ചെയ്യാം, പക്ഷേ ടേസ്റ്റ് കടലമാവിനാണ്. അപ്പോൾ ഇത് വെച്ച് തന്നെ ചെയ്യണം. ഇനി അതിലേക്ക് അല്പം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കെല്ലാം എടുക്കുന്ന അരിപ്പൊടിയില്ലേ, അത് മതി കേട്ടോ. ഇനി അതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കണേ. കൂടുതലൊന്നും വേണ്ട, എന്നാലും ആ ഫ്ലേവറൊക്കെ ഉള്ളപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി നമ്മൾ മാവ് പതച്ചൊന്ന് വരാൻ വേണ്ടിയിട്ട് അല്പം ഈസ്റ്റാണ് ചേർക്കുന്നത്. ഓപ്ഷനിലാണ്, വേണ്ടവർക്ക് ചേർക്കാം. ഇനി ജീരകത്തിൻ്റെ പൊടിയോ അല്പം ജീരകമോ ചേർക്കാം. ഇനി അല്പം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇളക്കി യോജിപ്പിച്ച് അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മാവ് കട്ടയില്ലാതെ ഒന്ന് ഉടച്ചെടുക്കണം. കൂടുതൽ തിക്കാവാനും പാടില്ല, എന്നാൽ ലൂസാവാനും പാടില്ല. അതേപോലെയാണ് കേട്ടോ വേണ്ടത്. നമ്മൾ ബജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മാവ് റെഡിയാക്കി എടുക്കില്ലേ, അതേപോലെയാണ് വേണ്ടത്. ഇതേപോലെ. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്താൽ മതി കേട്ടോ. ഈസ്റ്റ് ചേർത്തത് കൊണ്ട് തന്നെ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒന്ന് മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇഷ്ടമുള്ളവർ ചെയ്താൽ മതി കേട്ടോ, ഇല്ലെങ്കിലും മാവിന് ടേസ്റ്റ് ഉണ്ടാവും. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ക്യാരറ്റ് പീസുകളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഓരോന്നായിട്ട് മുക്കി എണ്ണ നന്നായിട്ട് ചൂടായി വരണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഏകദേശം ക്രിസ്പി ആയി എന്നൊക്കെ തോന്നില്ലേ ഇളക്കി നോക്കുമ്പോൾ. ആ സമയത്ത് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഏകദേശം ഗോൾഡൻ കളർ ആയി വന്നിട്ടുണ്ടാവും. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരാം.